ഹായ് ഡിയേഴ്സ്, അബരി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ മാഗി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ ഇവിടെ മാഗി കണ്ട പിന്നെ അത് ഉണ്ടാക്കിയെങ്കിൽ സമാധാനമാവളെ. അപ്പോൾ അതാണെങ്കിൽ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ എപ്പോഴും ഈ ആദ്യമേ തിളപ്പിച്ച വെള്ളം കളഞ്ഞിട്ട് അടുത്തത് പിന്നെ ഇടുമ്പം ശകലം വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മസാല ഇളക്കി എടുക്കണം കേട്ടോ. മാഗി ഉണ്ടെങ്കിൽ അബി കുക്ക് ചെയ്യാൻ കയറും കേട്ടോ. എന്നിട്ട് അവൾക്ക് മാഗി ഉണ്ടാക്കണം എന്നൊരു ഭാഷയിൽ അവൾ തന്നെ ഉണ്ടാക്കാൻ നോക്കും കേട്ടോ. അങ്ങനെ ഞാൻ അവിടെയൊക്കെ മാഗി കാട്ടുന്നത്. പിന്നെ അതിനകത്ത് ഞാൻ ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുത്തിട്ടോ, കാരണം അവളോട് അതിനകത്ത് മുട്ട പൊട്ടിച്ച് ചിക്കി ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ദേ പയറാണെങ്കിൽ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിൽ ഇട്ടിരുന്നേ. അപ്പോൾ അത് ഞാൻ 2 വിസിലടിച്ച് വെച്ചേട്ടോ. എന്നിട്ട് ഞാൻ ദേ മുടിയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചേട്ടോ. അപ്പോൾ എനിക്കിങ്ങനെ പൊക്കി അമ്മച്ചിക്കെട്ട് പോലെയൊക്കെ കെട്ടണതൊക്കെയാണ് എനിക്കിഷ്ടമേ. അപ്പം അതാകുമ്പം വലിയ ചൂട് എടുക്കത്തില്ല. അതാണ് ഒന്നും കൂടെ എനിക്ക് കംഫർട്ടബിൾ വീട്ടിൽ നിൽക്കുമ്പോൾ. അപ്പോൾ ഞാൻ അങ്ങനെ കെട്ടി വയ്ക്കാറ് കേട്ടോ. അപ്പോൾ എൻ്റെ അപ്പൂസാണ് അവിടെ കട്ടിലെ കിടന്നുകൊണ്ട് അവിടെ കളിക്കുന്നുണ്ട്. അവന് കുറേ കുഞ്ഞിക്കാറുണ്ട്, അവന് കുഞ്ഞിക്കാറെ ഇഷ്ടം കേട്ടോ. അപ്പം അതൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ. എന്നിട്ട് ഞാൻ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞൊന്ന് വിരിച്ചിടാൻ പോവുകയാണേ. ഈ ഒരു കുഞ്ഞിപ്പേര് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. കുറച്ച് കോട്ടൺ കൊട്ടുന്നത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പം അഭിമോളുടെ ഒരു യൂണിഫോം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒന്നും കളയാൻ തോന്നുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചപ്പോൾ ഒരു തലേന ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഉണ്ടാക്കിയാണ്. എന്നിട്ട് അതിനടിയിൽ വേറെ കവറുണ്ട്, അതിന് മേലായിട്ട് ഒരു കവർ പോലാണ് ഞാൻ ഈ യൂണിഫോം ഒരു കവറായിട്ട് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഡിസൈൻ കൂടി ചെയ്തേക്കുന്ന അവളാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അനിയന് വേണ്ടി പറഞ്ഞുകൊണ്ടൊക്കെ അവൾ തന്നെ അതിനകത്ത് എന്തൊക്കെ എഴുതി അപ്പൂസിന് വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കി വെച്ചേക്കുവാണ്. അപ്പൂസ് തല വെച്ച് ഇറക്കാനായിട്ട്. കുഞ്ഞുവണ്ടി എൻ്റെ അപ്പൂസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ. ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇട്ടു. അപ്പൂസ് ഇവിടെ അവൻ്റെ വണ്ടി കാണിക്കാൻ വേണ്ടി എന്നെ വിളിക്കുന്നുണ്ടേ. ഇതേണ്ടേ അപ്പൂസേ, പ്ലെയിനാണോ അപ്പൂസ്? പ്ലെയിനാണോ? വണ്ടിയല്ലേ? അപ്പൂസിന് കുഞ്ഞു വണ്ടിയല്ലേ ഇത്? വണ്ടിയാ, കൊച്ചിൻ്റെ കുഞ്ഞിക്കാറാണല്ലേ? ഇങ്ങനത്തെ കുഞ്ഞിക്കാറുകളാണ് എൻ്റെ അപ്പൂസിന് ഇഷ്ടം. ബാ നമുക്കിനി പുറത്ത് പോവാം. ഇനി അമ്മ കുറച്ച് തുണിയിൽ വിരിച്ചിടാനുണ്ട് വെയിലത്ത്, ഇന്നലെ കഴുകിയതാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വെയിൽ ഒളിച്ചെടുക്കാനുണ്ടേ. അപ്പോൾ അതൊന്ന് വെയിലത്തിട്ട് വെയിൽ ഒളിച്ചിട്ട് വരാം കേട്ടോ. അപ്പൂസ് ബാ പുറത്ത് പോവാം നമുക്ക്. വാ വാ. ഈ മഴ സമയത്തൊക്കെ തുണി അകത്ത് ഒക്കെ വിരിച്ചിടാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഞാൻ വാങ്ങിച്ചിട്ട് സ്റ്റാൻഡായിരുന്നേ. അപ്പോൾ ഞാൻ വേറൊരു ഷോർട്സിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു വീട്ടിലാണ് തോന്നുന്നു കാണിച്ചത് ഞാൻ. അപ്പോൾ അതിനകത്ത് ഞാൻ ഇന്നലെ രാത്രി കഴുകിയിട്ട് വിരിച്ചിട്ടുന്നതാണ്. അപ്പോൾ രാവിലെ അതൊന്ന് വെയിൽ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല വെയിലുണ്ട്. അപ്പോൾ കാരണം മേലാണ് ഞാൻ മിക്കപ്പോഴും തുണി കൊണ്ട് വിരിച്ചിരുന്നത് കേട്ടോ. പിന്നെ സ്റ്റാൻഡിലിടും കേട്ടോ. അപ്പോൾ ഈ രാത്രി പൂച്ചകളും ഒക്കെ കയറി ഇറങ്ങുന്ന കാരണം ഞാനാണെങ്കിൽ അതൊന്ന് തുടച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ തുണി വിരിച്ചിടുന്നത്. അപ്പോൾ ഇന്ന് വിശുദ്ധ കൊച്ചു തെരേസയുടെ ദിവസമാണ്. അപ്പോൾ അഭിമോള് വിശുദ്ധ കൊച്ചു തെരേസയുടെ നാമധേയമാണ് കേട്ടോ, അബിഗേൽ തെരേസ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പൂവൊക്കെ കൊണ്ട് കൊടുത്തതാണ്. വിശുദ്ധ കൊച്ചു തെരേസയ്ക്ക് പൂക്കളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പുണ്യാളത്തിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കൊടുത്ത പൂവ് അവൾ സ്വമേധയാ അതുകൊണ്ട് രൂപത്തിൽ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടോ. ഇപ്പോഴേക്കും നമ്മളുടെ തുണികളൊക്കെ പുറത്ത് കിടന്ന് നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പപ്പടം പോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ പുറത്ത് നിന്ന് ഒരു ചെടിയാണ്, കുഞ്ഞ് പൂ പിടിക്കണേ, നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അതിനെ കൊണ്ടുവന്ന് കുറച്ചങ്ങനെ താഴോട്ട് തറയെ മുട്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ അതിനെ ആ താഴോട്ട് മുട്ടി കിടക്കുന്ന ഭാഗം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അകത്ത് കൊണ്ട് കുപ്പി കൊണ്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. അങ്ങനെ എടുത്തോണ്ട് വന്നതാണ് കേട്ടോ. എനിക്കിങ്ങനെ വീടിൻ്റെ അകത്താണേലും പുറത്താണേലും ഒക്കെ ഇഷ്ടംപോലെ ചെടികൾ വളർത്താനും വെള്ളത്തിലാണേലും മണ്ണിലാണേലും ഒക്കെ ഇങ്ങനെ ചെടികൾ വളർത്താൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അകത്ത് ഞാൻ കുറച്ച് ചെടികളൊക്കെ വേറെ വെള്ളത്തിൽ കൊണ്ട് വെച്ചിട്ടുണ്ടേ. പിന്നെ അത് അരി കഴുകിടാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ചെറിയ ചൂടുവെള്ളത്തിലൊന്ന് കഴുകിയിട്ട് ഞാൻ അരിയൊക്കെ അടപ്പത്തിട്ട് കേട്ടോ. പിന്നെ കറിയായിട്ട് ഇന്നലത്തെ മീൻകറി ഇരിപ്പുണ്ട്. പിന്നെ നമുക്ക് പയർ ഞാൻ രാവിലെ പുഴുങ്ങി കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഞാൻ തേങ്ങയും പിന്നെ കുറേ കാന്താരി മുളക് ഇരിപ്പുണ്ട് വീട്ടിൽ നിന്നുള്ളത്. അപ്പോൾ ആ കാന്താരി മുളക് ഇട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ചതച്ചിടുന്നുണ്ട് കേട്ടോ. അങ്ങനെ വേഗത്തിലൊരു തോരൻ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചേ. കടുക് ഇട്ട് കൊടുത്ത് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് കേട്ടോ. തേങ്ങയും കാന്താരിയും വെളുത്തുള്ളിയും കറക്കി ഇട്ടത് ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. ഞാൻ ചില്ലി ഫ്ലേക്സ് ആയിട്ട് കൊടുക്കുന്നത്. പയറിട്ട് കൊടുത്തേ, ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ.
അങ്ങനെ നമ്മുടെ പയർ തോരൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മീൻകറിയൊക്കെ കൂട്ടി നമുക്ക് ചോറ് കഴിക്കാം. ഈ പയർ ഞാൻ തേങ്ങയൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം വേറെ ഉപ്പിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. നല്ല വെയിലുണ്ടായിരുന്നത് കൊണ്ട് തുണിയൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടി കേട്ടോ. അതിന് ശേഷം മുറിയൊക്കെ ഒന്ന് അടിച്ച് വാരിയേ. ഇനിയിപ്പോൾ ചോറുണ്ണാൻ പോകണം കേട്ടോ. മീൻകറിയും പയർ തോരനൊക്കെ കൂടി ചോറ് കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ കൊച്ചിനും കൊടുക്കണത്. അപ്പോൾ ഒരു സൈഡിൽ എനിക്ക് മീൻകറി ഒഴിക്കും, ഒരു സൈഡിൽ ഞാൻ മീൻകറി ഒഴിക്കാണ്ട് വെക്കുകയും കൊച്ചിനോട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകിട്ട് പള്ളിയിൽ പോയേട്ടോ. പള്ളിയിൽ ഇന്ന് ഒക്ടോബർ 1-ന് 2 പ്രത്യേകതയുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇന്ന് ജവമാന മാസം തുടങ്ങുകയാണ്. 2 പറയുന്നത് നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസമാണ് ഒക്ടോബർ 1 പറയുന്നത്. അപ്പോൾ അതിൻ്റെ വൈകിട്ട് പള്ളി കുർബാനയും കൊന്തയൊക്കെ ഉണ്ടായിരുന്നേ. എന്നിട്ട് നേർച്ച പായസം ഉണ്ടായിരുന്നു. അപ്പം പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് അപ്പൂസാണെങ്കിൽ ഭയങ്കര ഉത്തരവാദിത്തോടെ അവൻ ഷൂറാക്കൻ്റെ അടുത്ത് പോയി ചെരുപ്പ് ഊരി അവൻ സ്വയം ചെരുപ്പൊക്കെ ഊരി എടുത്ത് സ്റ്റാൻഡിലേക്ക് വെക്കുവാണ് കേട്ടോ. അപ്പം അവൻ ഞാൻ വീഡിയോ എടുക്കുന്നതിനാണ് അവൻ എന്നെ വഴക്ക് പറഞ്ഞു തന്നെ കേട്ടോ. പള്ളിയിലൊക്കെ പോകേണ്ട കാരണം എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തേക്ക് ഇടുന്നത് കേട്ടോ. ഇത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ്, ഞാൻ വ്യാഴാഴ്ചത്തേക്ക് അപ്ലോഡ് ചെയ്ത് ഇട്ടത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ. അപ്പോൾ അതുവരയ്ക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.